യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ പലരും ആത്മീയമായ മയക്കം ഉള്ളവരല്ല എന്ന് വൃഥാ അഭിമാനിക്കുന്നവരായ ആളുകളാണ്. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ അങ്ങനെ ആത്മീയമായ ഉറങ്ങുന്നൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കേ, ഞാൻ എത്രയോ പ്രാർത്ഥനയ്ക്ക് പോയി സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമ്പോൾ ഞാൻ ആത്മീയമായി ഉറങ്ങുകയാണെന്നുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്മതിക്കില്ല എങ്കിലും നമുക്ക് യഥാർത്ഥമായിട്ടും ആത്മീയമായ മയക്കമുണ്ടെന്ന് തിരിച്ചറിയുന്നത്, നമ്മളിൽ ആത്മീയമായ മയക്കത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക വഴിയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും അവർ ഈ മയക്കത്തിൽ നിന്നും ഉണരുവാനുള്ളതായ നടപടികളിലേക്ക് കടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആത്മീയമായ മയക്കത്തിലാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും അതേപോലെ തന്നെ ഈ മയക്കത്തിൽ നിന്നും നിങ്ങൾ ഉണരുവാൻ കൂടിയാണ്. അതിന് നമ്മെ സഹായിക്കുന്നതായ വചനമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, നമ്മുടെ മനസ്സ് നമ്മൾ ഉറപ്പിക്കണം. മനസ്സുറപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ പിടിച്ചെടുക്കുക. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ട ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ അത്രേ ദൈവം ഞങ്ങൾക്ക് നൽകിയത്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നോക്കുക, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത, അത് പിശാച് നിയന്ത്രിക്കുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടായിരിക്കും ആ ചിന്ത കടന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാകാം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇത് പാപമല്ല, ഇത് എല്ലാവരും ചെയ്യുന്നതാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടായെങ്കിലോ അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമാണ് എന്നുള്ള വസ്തുത നമ്മൾ ഗ്രഹിച്ചറിയണം. അതേപോലെ തന്നെ കള്ളം പറയുന്നത്, അത് മനുഷ്യന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, അത് പറയുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ഈ ഉള്ളിലുള്ള ചിന്ത ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമാണ്. ഇവയെ നമുക്ക് പിടിച്ചെടുക്കണമെങ്കിൽ ആത്മീയമായ ആയുധങ്ങൾ ഉപയോഗിക്കുക വഴിയേ അത് സാധ്യമാവുകയുള്ളൂ. ആത്മീയമായ ആയുധം അതെന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങളെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനയുണ്ട്. ഞാൻ ആ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നമ്മളുടെ ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തെങ്കിൽ സംസാരിച്ചിരുന്നു. എങ്കിലും വളരെ ചുരുക്കമായി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ദൈവം നമുക്ക് നൽകിയത് സർവായുധ വർഗങ്ങളാണ്. നമ്മളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിന് ചിരിപ്പാക്കിയും ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം എന്നിങ്ങനെ ധാരാളമായിട്ടുള്ള ആത്മീയ ആയുധങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ കർത്താവ് സർവായുധ സജ്ജനാക്കി ആണ് ഈ ലോകത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ആത്മീയമായ ആയുധങ്ങളെ വളരെയധികം കുറച്ചു കണ്ടിട്ട് നമ്മൾ ജഡീകമായ ആയുധങ്ങളെയാണ് ധരിക്കുന്നത്. പ്രാർത്ഥന ഒരു ആയുധമായിട്ട് നമുക്ക് സർവായുധ വർഗത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിലുള്ള പ്രാർത്ഥന ഒരു ആത്മീക ആയുധമായിട്ട് വളരെ വ്യക്തമായി ആ സർവായുധ വർഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജാഗരിച്ച് ഇരിക്കണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ സർവായുധ വർഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സർവായുധ വർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയും. നമ്മുടെ ചിന്തകളുടെ പ്രത്യേകത എന്താ? ചിന്തകൾ എപ്പോഴും തന്നെ വഴുതി പോകുന്നതായ ചിന്തകളാണ്. അതിന്റെ അർത്ഥം നമ്മുടെ സെൽഫ് കൺട്രോളിൽ നിൽക്കുന്നതല്ല നമ്മുടെ ചിന്തകൾ. പലപ്പോഴും നമ്മുടെ ചിന്തകളെ പിശാച് ഡയറക്റ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ചിന്ത എവിടാണോ അവിടേക്കായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ അനുഭവത്തിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ഇറങ്ങിയ ഞാൻ, എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത മറ്റൊരു സ്ഥലത്തെക്കുറിച്ചാണെങ്കിൽ ഞാൻ ആ റൂട്ടിലോട്ടായിരിക്കും എൻ്റെ വണ്ടി എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ബോധ്യമായി തീരും, അല്ലല്ല, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ ലക്ഷ്യം അതല്ല. പെട്ടെന്ന് ഉണ്ടായ ചിന്ത എന്നെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയമായ അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ പോകുന്നത് നരകത്തിലേക്കായിരിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ പോകുന്നത് സാത്താന്റെ അടുക്കലേക്കായിരിക്കും.
ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ പിടിച്ചെടുക്കണം. അവയെ നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് അനുകൂലമാക്കണം. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി നമ്മൾ അതിനെ പിടിച്ചെടുക്കണം എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ 1 പത്രോസ് 1-ാം വാക്യം വായിച്ചല്ലോ. ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി എന്ന് പറയുന്നത് ബി സോബർ, ജാഗ്രതയുള്ളവരായി. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകളെയൊക്കെ പിടിച്ച് ക്രിസ്തുവിന്റെ അനുസരണത്തിന് അനുയോജ്യമായി നമ്മൾ അവയെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ തന്നെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുന്നു. എന്താണ് ജാഗ്രത? നമുക്കറിയാം, സങ്കീർത്തനത്തിൽ നിന്നും യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വെറുതെ ജാഗരിക്കുന്നു. അതിനർത്ഥം ജാഗ്രത, അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാഗ്രതയോടുകൂടെ ആയിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള ജാഗ്രതകളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏത് സമയത്തും ജാഗരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്രകാരം സോബർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ നിർമ്മതരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യം എന്താണെന്നുള്ളത് ആത്മാവിൽ നമുക്ക് വിവേചിച്ച് അറിയുവാൻ സാധിക്കണം. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ബാല്യക്കാരനെ വിട്ട് നീ വലുത് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ജാഗ്രതയാണ്. 1-ാം പ്രാവശ്യം ഒന്നും കണ്ടില്ല, 2-ാം പ്രാവശ്യം കണ്ടില്ല, അങ്ങനെ 3, 4, 5, 6 പ്രാവശ്യം കണ്ടില്ല. പക്ഷെ 7-ാമത്തെ പ്രാവശ്യം ഈ ബാല്യക്കാരൻ എന്ന് പറഞ്ഞു, യജമാനനെ ഞാൻ കാണുന്നു, കൈപ്പത്തി പോവുകയൊരു മേഘം. ഇത് ജാഗ്രതയാണ്. ആ ജാഗ്രതയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരുക്കമുള്ള മനസ്സുള്ളവനായി ഏലിയാവ് അന്നത്തെ രാജാവിനോട്, ആഹാബിനോട് പറഞ്ഞു, ആഹാബേ, വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്, വേഗം രഥം പൊട്ടിപ്പോയിക്കൊള്ളുക. ഓക്കുക, രാജാക്കന്മാർ അടുക്കൽ പോലും ജാഗ്രതയുള്ളവനായി ഏലിയാവിന് കടന്നില്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മൾ ജാഗ്രതയുള്ളവരാണെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് വളരെ സധൈര്യം പ്രസംഗിക്കുവാൻ, പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ജാഗ്രത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആത്മീയമായ മയക്കമാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇത് ആത്മീക ജാഗ്രതയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ആത്മീകമല്ലാത്തതായ ജാഗ്രത എപ്പോഴും ഉണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൻ്റെ ഇലക്ട്രിസിറ്റി, നമ്മുടെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നമുക്കൊരു ജാഗ്രതയുണ്ട്. അപ്പോൾ ആ ജാഗ്രതയിൽ നിന്നാണ് നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ആത്മീയമായ ജാഗ്രത ഉളവാകണം. എങ്ങനെയാണ് അവരുടെ ഭവനത്തിൽ പിശാച് അവരോട് പോരാടുന്നത്, അതിനെക്കുറിച്ചൊരു ജാഗ്രത നമുക്കുണ്ടായിരിക്കണം. ഈ പൈശാചിക പോരാട്ടങ്ങളുമേൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയണമെങ്കിൽ ആത്മീയമായ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ജാഗ്രത ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പലരും ആത്മീയമായ നടപടികളിലേക്കൊക്കെ പോകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ആത്മീയമായ ജാഗ്രത ഇല്ലാത്തതാണ്. ഇനി ആരെങ്കിലും ആത്മീയമായ ജാഗ്രതയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും സന്ദേശം പ്രാപിച്ച് നമ്മളോട് പറയുമ്പോൾ ആത്മീക ജാഗ്രത ഇല്ലാത്തവരായ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവർ പറയും, ഓ, ഞാൻ എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ആത്മീയമായ ജാഗ്രത നമുക്ക് ഉളവായി ആ ജാഗ്രതയിൽ നിന്നും നമ്മൾ ആത്മീയമായ ചില യുദ്ധങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്യുക തന്നെ ചെയ്യണം. അതാണല്ലോ കർത്താവ് യോശുവയോട് പറഞ്ഞത്, ഈ യെരിഹോവിന്റെ കോട്ടയെ നിങ്ങൾക്ക് തകർക്കുവാൻ സാധിക്കും, പക്ഷേ നിങ്ങൾ ജാഗ്രതയുള്ളവരായി ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യണം. അതെ, ആ ജാഗ്രതയോടുകൂടെ കൃത്യം ആ ഒരു സംഖ്യയ്ക്കെത്തണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം വെച്ച് നിങ്ങൾ ഈ യെരിഹോവിന്റെ കോട്ട ചുറ്റണം. അത് ചെയ്യണമെങ്കിൽ അവർക്ക് ജാഗ്രത ആവശ്യമാണ്. അങ്ങനെ 7 ദിവസം ചെയ്യണം. 7-ാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റിട്ട് നിങ്ങൾ കാഹളം ഊതണം. നോക്കുക, അവിടെയും ജാഗ്രത ആവശ്യമാണ്. ദൈവവചനം കേൾക്കുവാനും ദൈവവചനം പാലിക്കാനും നമുക്ക് ജാഗ്രത ആവശ്യമാണ്. കേവലം നമ്മൾ മനസ്സുറപ്പിക്കുക മാത്രമല്ല, ജാഗ്രത ഉള്ളവരായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഈ ആത്മീയമായ ജാഗ്രത ഉളവാകുവാൻ, നിർമ്മതരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ജാഗ്രതയുള്ളവർക്ക് ആത്മീയ ആയുധങ്ങളെ
യഥാസമയം ഉപയോഗിക്കുവാനും അതേ സാത്താന്റെ പ്രവൃത്തികളെ നിങ്ങൾക്ക് നിഷ്ഫലമാക്കുവാനും സാധിക്കുമെന്നാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആത്മീയമായ ജാഗ്രത പാലിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം യു ആർ സ്ലീപ്പിംഗ്, നിങ്ങൾ മയങ്ങുന്നു, നിങ്ങൾ ഉറങ്ങുന്നു. അങ്ങനെ വരാതിരിക്കുവാൻ ഉണർന്നിരിക്കാം, ആത്മീയ ജാഗ്രത ഉള്ളവരായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞാൻ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ജാഗ്രത ഉള്ളവരായിരിക്കാനും ദൈവത്തിൻ്റെ ആത്മീക ആയുധങ്ങളെ തക്ക സമയത്ത് ഉപയോഗിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൽ അനേക ദൈവദാസന്മാർ അപ്രകാരമായിരുന്നല്ലോ. ഞങ്ങളും അതുപോലെ ആയിരിക്കാൻ, ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.